മരുന്നൊക്കെ തേച്ചെന്നോ വണ്ടി ചാടുന്ന സാധനങ്ങള് അതെ അതില് സ്കൂളിലും അതേപോലത്തെ സാധനം അതിന് തടഞ്ഞ് ഇങ്ങനെ കുത്തി വീണോ മോളില് കോണിപ്പടിയും കൂടെ കേറിയിട്ട് ഇറങ്ങിയത് ചുത്തുമണി അമ്മടെ പണി ആ ഈച്ചനെ കൊല്ലുക. അപ്പൊ ചത്തത് ഈച്ചെങ്കിൽ കൊന്നത് മുത്തശ്ശി തന്നെ. അത് കടിക്കാൻ വേണ്ടി കൊതുവാണ് കടി. ഇത് ഇഷ്ടപ്പെടാത്ത ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടാവും. അവർക്ക് ഇത് കാണുമ്പോ എന്തായി കാണിക്കണ, ചത്ത് കിടക്കണ മീനിനെ തിന്ന. ഈ ഒരു ഉണക്കമീൻ തിന്നുന്നത് ഒരു ആർത്തിയാണോ? നിങ്ങൾ പറയൂ ഗൈസ്, നിങ്ങൾ പറയൂ. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. കുറേ ദിവസമായിട്ട് നമ്മൾ ദോശ 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 എന്ന് പറഞ്ഞിട്ട് പോവായിരുന്നു. ഇന്നൊരു ഡിഫറൻസിന് വേണ്ടി, ഒരു ചേഞ്ചിന് വേണ്ടി അമ്മു സേമിയ ഉപ്പുമാവാണ് ഉണ്ടാക്കാൻ പോണത്. പറഞ്ഞിട്ട് കാര്യമില്ല, ഇന്ന് ഉപ്പുമാവ് കഴിക്കാനാണ് യോഗം. എനിക്കാണെങ്കിൽ ഉപ്പുമാവ് വലിയ താല്പര്യമില്ല. അവർക്ക് രണ്ടുപേർക്കും നല്ല ഇഷ്ടമാണ്, വാവയ്ക്കും ഇഷ്ടമാണ്. ആമി പിറക്കുന്ന ഉപ്പുമാവ് ഫേവറേറ്റാ? എന്റെ ഫേവറേറ്റാ. എന്തിനാണ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നത്? ഞങ്ങക്ക് ഭയങ്കര ഇഷ്ടാ. നിനക്ക് ഇഷ്ടമല്ലാച്ചിട്ട് ഒന്നും ഉണ്ടാക്കാറില്ല. രാവിലെ ഈ കുട്ടീനെ ഒരുക്കി പറഞ്ഞയക്കലാണ് ടഫായിട്ടുള്ളൊരു കാര്യം. ആണോ കുട്ടിയെ? എന്താണ്, കൊലുസ് കുടുങ്ങിയോ? ഓട്ടോ കൊലുസ് കുടുങ്ങിയോ അവിടെ? അത് അത്രേ കയറുള്ളൂ. ഇത് മുളക്കൂട്ട് ഇടണം. സേമിയപ്പുമാവ് വേഗം കഴിച്ചാട്ടേ. ഇന്ന് വൈകുന്നേരം തെർമൽ കുക്കറിൽ വെക്കാം. എന്നിട്ട് രാവിലെ ഏതായാലും എടുത്തിട്ട് വാർക്കേണ്ടി വരും. അത് ഞാൻ വാർത്തോളാം. അല്ലെങ്കിൽ നമ്മൾ ഈ സാധനം എടുത്തിട്ട് ആ തെർമൽ കുക്കറിന്റെ ഉള്ളിൽ തന്നെ എടുത്ത് വെക്കാറ്. അതെ, പിന്നെ എടുത്ത് കൺസ്യൂം ആവണ്ടേ. രാവിലെ ചെയ്ത് പിന്നെ അതിൽ വെച്ച് 1-1.5 മണിക്കൂർ കഴിഞ്ഞ് എടുത്ത് ചെയ്യേണ്ട പകരം രാത്രി തന്നെ അത് അതിൻ്റെ ഉള്ളിൽ വെച്ചാൽ ഏതായാലും രാവിലെ എടുത്തിട്ട് അത് ഒന്നും കൂടി വാർക്കണം, ഒന്നും കൂടി തിളപ്പിക്കണം. അത് ഇത്രയും സമയം ആവില്ല തോന്നുന്നുണ്ട്. ഇത് അങ്ങനെ ട്രൈ ചെയ്യാം. 8:30 സ്കൂളിലെ തന്നെ മുതൽ കടന്ന് കാണിക്കണോക്കാം. അത് തിരിച്ചാട്ടണേ, തിരിച്ചാട്ടണേ. ഇന്ന് തീരുവോ ഷൂ ഇടല്? 6 വയസ്സായല്ലോ കുട്ടിക്ക്. ഷൂ ഇടാൻ ഇനി അറിയില്ലേ? ഇനി അറിയില്ലേ? ഇന്ന് മിക്കവാറും നേരം വഴുകും. അസംബ്ലി കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ അവിടെ എത്തുക. എല്ലാം കഴിഞ്ഞിട്ടാവും എത്തുക. ബാബുക്കുട്ടിക്ക് നല്ല ചീത്തയും കേൾക്കാന്ന് നോക്കിയേ. ആ മുതൽ ഇനി ഇറങ്ങിയിട്ടില്ല. രാവിലെ തന്നെ ഒടുക്കത്തെ വെയിലാ. ഞാനാ സ്കൂളിൽ പോയിട്ട് വരാ. സ്കൂളിൽ പോക്ക് നിർത്താറായിട്ടില്ല. എത്രാം ക്ലാസ്സിലാ? ഞാൻ 2-ല്. അയ്യോ, 2-ലായിട്ടല്ലോ. ആ, മറ്റേത് 1-ല്. ആ ശരി. അച്ചോടാ, രാവിലത്തെ കുട്ടീനെ ഒരുക്കി കൊണ്ടാക്കല് കഴിഞ്ഞപ്പോഴേക്ക് അമ്മ ഒരു വഴിയായി ടയേർഡായി കിടക്കുക. അത് ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ അസംബ്ലി സ്റ്റാർട്ട് ചെയ്തോടാ. അസംബ്ലി സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യാൻ? അതിനപ്പോൾ അവിടെ പുറത്ത് നിർത്തിയിട്ടുണ്ട്. ബാഗ് എടുത്തിട്ട് മറ്റേ ഏതൊക്കെ ടീച്ചർമാർ ഉള്ളിൽ കൊണ്ടുപോയി. എന്നിട്ട് അതിനെ പിടിച്ചിട്ട് അസംബ്ലീൻ്റെ അവിടേക്ക് അങ്ങോട്ട് കൊണ്ടുപോകണ്ടായിരുന്നു. തുടങ്ങി ഈ പോക്ക് പോയി. അത് നേരം വഴുകാണ്. ഞങ്ങൾക്ക് തോന്നുന്നു 6 മണിക്ക് എണീപ്പിക്കണ്ടായിരുന്നു. ഒരു അംഗം തന്നെ അതിനെ ഒരുക്കല്. അതാ ഞാൻ ആലോചിക്കണേ, രാത്രി കുറച്ചും കൂടി നേരത്തെ ഉറക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? നല്ല 10 മണിയായി ഉറങ്ങാൻ. എവിടെ അത് അപ്പിട്ട് അതൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ ഹോംവർക്ക് ഇരുന്ന് പിന്നെ അതിന് ഭക്ഷണം കൊടുത്ത് എല്ലാം 1 മാൻ ഷോ ഞാൻ തന്നെയല്ലേ നോക്കണം. ഒരാൾ എന്തെങ്കിലും ചെയ്യാമല്ലോ. ട്യൂഷൻ എടുക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ട്യൂഷൻ എടുക്കുന്ന സമയത്ത് അവളെ ഹോംവർക്ക് ചെയ്യിപ്പിച്ച് പഠിപ്പിക്കുക, രണ്ടും ഒരുമിച്ചാവുമെന്ന്. അതാ നടന്നില്ല. എന്ത് തുടങ്ങിയില്ലേ? പൊള്ളിയത് കുക്കറിൽ തട്ടിയിട്ട് എന്താടാ, ഒന്ന് ശ്രദ്ധിക്കണ്ടടാ. ടെൻഷനാണ്. ഒക്കെപ്പാടെ എല്ലാം ചെയ്യുമ്പോ ഒരു വെപ്രാള അതിലായതാ. അമ്മ മീൻ വറുത്തോണ്ടിരിക്കുക. ഉണക്കമീൻ പപ്പടോ. എന്നാ മീനിന്റെ സ്റ്റൈല് നോക്കിയേ. 4 ഉള്ളൂല്ലേ കേരള പപ്പടം. തമിഴ്നാട് പപ്പടം ഇഷ്ടം പോലെ ഉണ്ടാവും. ഇത് ഇഷ്ടപ്പെടാത്ത ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടാവും. അവർക്ക് ഇത് കാണുമ്പോ എന്തായി കാണിക്കണ, ചത്ത് കിടക്കണ മീനിനെ തിന്ന. അങ്ങനെ ആകുമ്പോ പച്ചക്കറി തിന്നരുത്. പച്ചക്കറി വരുന്നത് തന്നെയാണ്. അത് അതിന് ജീവനുണ്ടല്ലോ. അത് ജീവജാതാണ് വരുന്നത്. മണ്ണിന്റെ ഉള്ളിൽ പച്ചക്കറി തിന്നണ്ടല്ലേ? പച്ചക്കറി തിന്നാൻ പാടില്ല. അങ്ങനെ ജീവനുള്ളതിനെ കൊല്ലാണെന്ന് പറയുന്നത്. ആട്ടിപ്പണ്ടാറോ? ഞാൻ ആട്ടിപ്പണ്ടാരം. അതന്നെ ഇപ്പൊ കാട്ടിലാണോ അല്ലേ ആട്ടിപ്പണ്ടാരം? ഗൈസ്, ഈ ഒരു ഉണക്കമീൻ തിന്നുന്നത് ഒരു ആർത്തിയാണോ? നിങ്ങൾ പറയൂ ഗൈസ്, നിങ്ങൾ പറയൂ.
നല്ല രസമുണ്ട്. അവൻ പറഞ്ഞിങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമല്ലെന്നു? എനിക്ക് ഇഷ്ടമൊക്കെ തന്നെയാണ്. പിന്നെന്താ ഇത് തിന്നോക്കട്ടെ. ഇത് തിന്നാൻ നിങ്ങൾക്ക് ചെറിയ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെന്താ ബലമുണ്ട്, പല്ല് വേണം. കടിക്കാൻ മാത്രം ഉണ്ട്. നല്ല സ്ട്രോങ് ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത്രയും ഹെവി ആയിട്ട് സ്ട്രോങ് ആയിട്ട് ഉണ്ടാക്കേണ്ടതില്ല. ഇത് എന്ത് തേങ്ങ ഇവിടെ വെച്ചിരിക്കുന്നത്? നമുക്കെടുത്ത് കൊണ്ട് അലക്കി കൂടെ? ഇത് ആരലക്കുന്ന എഴുതിട്ടാ? ഞാൻ അലക്കുന്ന എഴുതിട്ടാ? ആരെങ്കിലും ഒന്ന് അലക്കണം. അതന്നെ നിർത്തി വെച്ചാലോ ഈസി ആയിട്ട് സിംഗിൾ വിരലോണ്ട് തൂക്കി എടുത്തുകൊണ്ട് പോകും. കണ്ടോ കണ്ടോ അങ്ങനെ ഹനുമാൻ തൂക്കി പൊങ്ങണില്ലെല്ലാം പൊട്ടിക്കാൻ വെയിറ്റ് ആണല്ലോ. ഇത് എത്ര ദിവസത്തെ ഉണ്ട് തുണി ഇതിനകത്ത്? ഇടണം. തുണി ഇല്ല. ഇടൂ. 1:30 മണിയായി. ഇന്നെങ്കിലും കറക്റ്റ് സമയത്തിന് തിന്നാൻ പറ്റുമോ നോക്കട്ടെ. ദേ അമ്പ് വളർത്ത് റെഡിയായി. ഇതെന്താ മുളകുശിയാണ് തോന്നുന്നുണ്ട്. എന്താ ഇതിന് വല്ല പേരുണ്ടോ? മുളകുശ എന്നൊക്കെ പറയും. അതായിട്ടുണ്ടോ? കഴിച്ചോക്ക്. ആ അപ്പം അതാണ് ഇന്നത്തെ ലഞ്ചിൻ്റെ സംഗതികൾ. പപ്പടമുണ്ട്, അച്ചാറുണ്ട്, എന്തോ ഒരു പേരിലുള്ള ഉണക്കമീൻ. ഇതിൻ്റെ പേരെന്തെന്ന് എനിക്കറിയില്ല. തമിഴ്നാട്ടിൽ ഇതിന് എന്തോ ഒരു പേര് പറയും. ആ സാധനമാണിത്. പിന്നെ റൈത്ത എന്തിനാണെന്നുള്ളത് എനിക്കറിയില്ല. നമ്മൾ കഴിക്കുന്നത് ബിരിയാണി ആണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. റൈത്ത ഇത് ഡെയിലി ഒന്ന് ചൂട്, അതുകൊണ്ട് തൈര് ആഡ് ചെയ്യണം. രണ്ടാമത്തെ ഫൈബർ കണ്ടന്റ്. ഞാൻ ഇത്ര എക്സ്പെക്ട് ചെയ്തിട്ടേ ഉള്ളൂ. അല്ലാതെ ബിരിയാണിക്ക് റൈത്ത എന്നുള്ള ലെവലൊന്നും ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ. എനിക്ക് ഇഷ്ടമാണ്. ഇഷ്ടമല്ലെങ്കിൽ വേണം, ഞാൻ കഴിച്ചോളേ, കുഴപ്പമൊന്നുമില്ല. ശരി, കഴിക്കാം. തൈരാണല്ലോ, അതുകൊണ്ട് കഴിക്കാം. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ലഞ്ച്. എന്തെങ്കിലും നോക്കിയിരിക്കുന്നത്? ഇതാ അടുത്ത് കൊണ്ടുപോകും. കൂട്ടാൻ ഒഴിച്ചു തരാം. പിടിക്കൂ. നിങ്ങൾക്ക് വിളമ്പിയിട്ടുണ്ട്. ഈ പാത്രത്തോട് കൂടെ തരാം. കുട്ടീനെ കൊണ്ടുവരാനുള്ള നേരമായി. നല്ല വെയിലാണ്. നോക്കി കണ്ടോ? 3:15 ഒരു 15 മിനിറ്റിൻ്റെ ഉള്ളിൽ ഓടി അവിടേക്ക് എത്തണം. കുട്ടി ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ചൂട് കാറ്റ് അടിച്ചിട്ട് അത് ഉറങ്ങുകയും ചെയ്യും. അത് അതിലും വലിയ കഷ്ടം. തേച്ചെന്നോ? അപ്പൊ വാവ ലാസ്റ്റ് നോക്കിട്ട് വരണ്ടേ? നോക്കിട്ട് വരാൻ. അതിന്റെ ഉള്ളിലൂടെ കല്ല് മാറ്റ സാധനമുണ്ട്. ആ കല്ല് മാറ്റ സാധനം ഈ വണ്ടിയൊക്കെ എങ്ങനെ അടങ്ങില്ലേ അവിടെ? അതേമാതിരി വീണ സ്ഥലത്ത് തന്നെ അതേമാതിരി അവിടെ ഉണ്ടായിരുന്നു. അതിൽ ഇങ്ങനെ വണ്ടി ചാടുന്ന സാധനങ്ങള് അതില് സ്കൂളിലും അതേപോലത്തെ സാധനം അതിന് തടഞ്ഞ് ഇങ്ങനെ കുത്തി വീണപ്പോ കാലിന്റെ മുകളില് കാലിന്റെ മുകളിലും ഉണ്ട്. ഇതാ കൈന്റെ മുകളില് ഇങ്ങനെ കൈ വന്നാ പിന്നെ അങ്ങനെ കൈന്റെ മുകളില് കണ്ടോ? മുകളില് കോണിപ്പടി കൂടെ കേറിയിട്ട് ഇറങ്ങിയതാ ചുത്തുമണി. അമ്മ ഇങ്ങോട്ട് വരും. അമ്മ ഇങ്ങോട്ട് വരും. അയ്യോ എങ്ങനെ? ഞാൻ സ്കൂളിൽ ഇങ്ങനെ ചാടുന്ന സാധനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇങ്ങനത്തെ കെട്ടാറിന് ഇങ്ങനെ ഉള്ളു. ഇങ്ങനെ മുട്ടിലുണ്ട്. അയ്യോ നിശ്ചര. സ്കൂളിൽ ഏത് സാധനമാണ്? സ്കൂളിൽ ചാടുന്ന സാധനമില്ലേ? 2 സാധനം അതിന് തറഞ്ഞ് ഇങ്ങനെ കുത്തി വീണു. അമ്മടെ പണി എന്താ? അടുത്ത കൊതു ഇവിടെ കൊല്ല് ഒരു കൊട്ട കൂട്ടി വെച്ചിട്ടുണ്ട്. കണ്ടോ? കുട്ടി മുത്തശ്ശിയുടെ പണിയാണ്. ഫ്രീ ടൈമിൽ മുത്തശ്ശിക്ക് എന്താ പണി അറിയാം? കൊതുവിനെ കൊല്ലുക. അപ്പൊ ഈച്ചനെ കൊല്ലുക. അപ്പൊ ചത്തത് ഈച്ചെങ്കിൽ കൊന്നത് മുത്തശ്ശി തന്നെ. കേട്ടിട്ടില്ല അങ്ങനെ ചൊല്ല്? അത് കടിക്കാൻ വേണ്ടിയാ. കൊതുവാണ് കടിക്കുക. വയലും വരും, മുക്കിലും വരും, കണ്ണിലൊക്കെ വരും. എനിക്ക് ദേഷ്യം വന്നൊരു അടിയാൻ കൊടുക്കും. നമുക്ക് അതെ ഈച്ച കയ്യിൽ ഭക്ഷണം അടിച്ചിട്ട് വരുന്നതാ. കൊതുവാണ് നല്ല കടിക്കുക. ഈച്ച കടിക്കില്ല. സ്വയം കടിച്ചുള്ളൂ. മുക്കിലും കണ്ണിലും വായലൊക്കെ വരും. അപ്പൊ എന്താട്ടെ അങ്ങനെ തന്നെ ഓരോ വീശലാണ്ട് വീശ. കണ്ടോ? ചത്തോ? അതാ കിട്ടി. ഇതാണ് മുത്തശ്ശിയുടെ ഓരോ കൊതുവിനെ കൊല്ലുക. അതിന് ജീവനുണ്ട്. അത് പറഞ്ഞു പോകും.
അച്ഛൻ പൊട്ടിക്കില്ല, അച്ഛൻ മുകളിൽ ഇങ്ങനെ പിടിക്കുള്ളൂ, മുകളിൽ പിടിക്കുള്ളൂ. ഇവളെ രസം എന്താ അറിയോ, വീണിട്ട് കരഞ്ഞിട്ടില്ല, പക്ഷെ ഇവിടെ വന്നിട്ട് മരുന്ന് തേക്കുമ്പോഴാണ് കരയണത്. അതാ രസം. കിട്ടിയോ? മാങ്ങ കിട്ടിയോ? എത്രത്? ഇത്രയും വലുത് കൊടുത്താ? അല്ലേ പാവ പറയലല്ലേ, എന്തിനാനക്ക് കിട്ടിയാലും മുത്തശ്ശിക്ക് വേണമെന്ന്, എന്നിട്ട് കൊടുക്കൂലെന്ന് കരുതി അച്ഛൻ കൊടുത്താ. നീ മൊത്തം കഴിക്കണം കേട്ടോ. എന്നിട്ട് 7 മണിക്ക് കേട്ടോ, 7 മണിക്ക് പോവോ? 7 മണിക്കല്ല, അതിന്റെ ഉള്ളില് ഹോംവർക്ക് എഴുതണം. നിങ്ങൾ അച്ഛൻ എത്തിക്ക് പറയണം ഹോംവർക്ക് എഴുതാൻ. പെട്ടെന്ന് അപ്പിടായിരിക്കണം കേട്ടോ. ഞങ്ങളുടെ തൂക്കി പിടിച്ചോണ്ട് പോണേ. കത്തിക്കാൻ കൊണ്ടുപോവാ, ഇവിടുന്ന് തന്നെ കത്തിച്ചിട്ടുണ്ടാവുക. ഈ കവർ മൊത്തം കവറിന്റെ പിടിയൊന്ന് പൊട്ടിയതല്ലേ, അരി പൊട്ടിയപ്പോ അത്യാവശ്യം. എന്റെ അത് ചപ്പ കത്തിക്കാൻ പോവാണേ, ഉപ്പ കത്തിക്കാൻ പോവാണ്. മണൽ പൊക്കോ, ചെരുപ്പിട്ടിട്ട്. അച്ഛനൊക്കെ അമ്മേനെ ഹെൽപ്പ് ചെയ്യാത്ത? എന്ത് ഹെൽപ്പ് ചെയ്യണ്ടേ? അച്ഛനൊക്കെ അമ്മേനെ ഹെൽപ്പ് ചെയ്യണ്ട. അമ്മ ഇവിടെ ഒറ്റയ്ക്കല്ലേ, അമ്മക്ക് ഡ്രസ് ഇടാൻ കാത്തിരിക്കുമ്പോ അമ്മ അച്ഛൻ ഡ്രസ് ഇപ്പിച്ചില്ലല്ലോ, അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് അച്ഛനോനെ ചീത്ത പറയുന്നത്. എന്താ വേണ്ടേ, കുളി കഴിഞ്ഞ് വരണ അവയ്ക്ക് ഡ്രസ്സ് ഇട്ട് തരണം, അതല്ല ഇപ്പൊ പ്രശ്നം. ഹോംവർക്ക് എഴുതി പെൻസിലോട് കൂടി ചേർത്ത് അങ്ങ് ഉറങ്ങിപ്പോയി. മരുന്ന് തേച്ചുകൊണ്ട് വാവക്കുട്ടിയുടെ മുറി ഏകദേശം ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്, കരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ചിരകി പൊളിഞ്ഞ മാതിരിയായിട്ടുണ്ട് പാവട്ടോ. വീഡിയോ സ്ഥിരമായിട്ട് എൻഡ് ചെയ്യേണ്ട ആളാണ് ഈ കിടന്നുറങ്ങണത്. ഇനിയിപ്പോൾ എന്താ ചെയ്യാം, ഞാൻ ഒറ്റയ്ക്ക് എൻഡ് ചെയ്യുക, വേറെ വഴിയില്ലല്ലോ. അപ്പം ഇന്നത്തെ കുട്ടി വ്ളോഗ് ഇതാ ഇവിടെ എൻഡ് ചെയ്യാൻ പോവാണ്. വാവക്കുട്ടിക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അത്യാവശ്യം പെയിന്റ് പോയിട്ടുണ്ട് മുട്ടിൻ്റെ മുകളിലും കൈയിൻ്റെ മുകളിലും. ഇന്നത്തെ വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.